ഇന്ന് നല്ല വറ്റ കിട്ടിയിട്ടുണ്ട്. ചെറിയ വറ്റയാണ്, പക്ഷേ അത്യാവശ്യം നല്ല മാംസമുള്ള വറ്റയാണ്. മാത്രമല്ല നല്ല ഫ്രഷായിരുന്നു താനും. അപ്പോൾ അത് വറുക്കാമെന്ന് ഞാൻ കരുതി. അപ്പോൾ അത് വറുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുളക് പൊടി, അതേപോലെ തന്നെ കുരുമുളക്, പച്ചക്കുരുമുളക്, ഉണക്ക കുരുമുളക് ചതച്ചത്, അതേപോലെ തന്നെ മഞ്ഞൾ, ഉപ്പ് ഒക്കെ ചേർത്ത് നന്നായിട്ട് അതിൽ തേച്ച് പിടിപ്പിച്ചു. ലേശം വെള്ളം ആഡ് ചെയ്ത് മിക്സ് ചെയ്താണ് തേച്ച് പിടിപ്പിച്ചത്. അതവിടെ ഇരുന്ന് കുറച്ച് സമയം അതവിടെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് നല്ലോണം അതൊക്കെ പിടിച്ചിരിക്കും. അപ്പോഴാണത് വറുക്കുമ്പോൾ ടേസ്റ്റ്. പിന്നെ ഇവിടെ ഒരു വഴുതനങ്ങ ഉണ്ടായിരുന്നു. ഈ ഗ്രീൻ കളർ വഴുതനങ്ങയ്ക്കൊരു പ്രത്യേകതയുണ്ട്, നിറച്ച് പൊട്ടാസ്യം ഉള്ളതാണ്. അപ്പോൾ പൊട്ടാസ്യം ലോ ആയിട്ടുള്ളവർക്കൊക്കെ ബെസ്റ്റാണ്. അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ടു, അതിൻ്റെ കറയൊക്കെ കളഞ്ഞു. അതിന് ശേഷം അത് ഒരു ചട്ടിയെടുത്ത് അതും ഇട്ടു. അതിനകത്തേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും പച്ചമുളകും കുറച്ച് ലേശം മുളക് പൊടിയും ഒരു കളർ വരാൻ വേണ്ടി മാത്രം ലേശം ഉപ്പും കൂടെ ആഡ് ചെയ്ത് വെച്ചു. അതിനുശേഷം ഒരു ചെറിയ ചീനിച്ചട്ടി എടുത്ത് എണ്ണ ഒഴിച്ചു. അപ്പോഴേക്കും നമ്മുടെ ഈ മീനിൽ അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അത് ചട്ടിയിലേക്ക് ഇട്ടു. അതവിടെ കിടന്ന് പൊരിയട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ വഴുതനങ്ങ ഒന്ന് നോക്കാം. അപ്പോൾ ഈ വഴുതനങ്ങ ഒന്ന് ഇളക്കിയൊക്കെ വെച്ച് കൊടുത്തു. ലേശം പച്ച വെളിച്ചെണ്ണയൊക്കെ ആഡ് ചെയ്തു. ഞങ്ങൾ ഇതിന് പൊള്ളിക്കുക എന്നാണ് കേട്ടോ പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് പൊള്ളിക്കുക എന്നാണോ പറയുന്നത് അതോ എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. കണ്ടോ, ഇപ്പോൾ ഇതൊക്കെ വെള്ളമൊക്കെ പറ്റി നല്ല സെറ്റായി. ഇനി അപ്പോൾ ഞാൻ വിചാരിച്ചു 2 ദോശ കൂടെ ചുടാമെന്ന് കരുതി. കുറച്ച് മാവിരിപ്പുണ്ട്, അപ്പോൾ ഇനി ചോറ് വയ്ക്കേണ്ടല്ലോ എന്ന് കരുതി. അപ്പോൾ ദോശയൊക്കെ ചുട്ടു. ദോശയുടെ റൗണ്ട് ഷേപ്പൊന്നും അത്ര നന്നായിട്ട് വന്നിട്ടില്ല. എനിക്ക് അത്ര ഭംഗിയായിട്ടൊന്നും വട്ടം വരയ്ക്കാൻ അറിയില്ല. പിന്നെ അതവിടെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഓർത്ത് ഫ്രിഡ്ജിൽ കുറച്ച് അയില ഉണ്ടായിരുന്നു, അപ്പോൾ അത് പൊള്ളിക്കാമെന്ന്. അപ്പോൾ അയില കഴുകി വാരിയെടുത്തു, ചട്ടി വെച്ചു. അതിനകത്തേക്ക് വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുത്തു. അതിന് ശേഷം ലേശം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്തു. പുളിയും മീനും ഒക്കെ അതിനകത്ത് ആഡ് ചെയ്തു. നിങ്ങളിതിന് മുളക് കറി എന്നാണോ പറയുന്നത് അതോ പൊള്ളിക്കുക എന്നാണോ പറയുന്നത്?